ബയോളജി ഗ്രാജുവേറ്റ് ആയ ഒരു ചെറുപ്പക്കാരൻ. മൃഗങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവനൊരു മൃഗശാലയിലേക്ക് ഇന്റർവ്യൂവിന് പോയി. പക്ഷേ അവൻ അവിടെ നേരിട്ടത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗൊരില്ല ചത്തുപോയി. നിനക്ക് ജോലി വേണമെങ്കിൽ നീ ആ ഗൊരില്ലയുടെ വേഷം കെട്ടി കൂട്ടിനുള്ളിൽ നിൽക്കേണ്ടി വരും എന്നതായിരുന്നു അവരുടെ കണ്ടീഷൻ. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൻ ആ ഓഫർ സ്വീകരിച്ചു. ഇഷ്ടമല്ലാത്ത ജോലിയാണെങ്കിൽ പോലും അവൻ 100% അവന്റെ ജോലിയോട് ആത്മാർത്ഥത കാണിച്ചു. അവൻ ഗൊരില്ലയെ പോലെ മരത്തിൽ കയറാനും ചാടാനും ഒക്കെ തുടങ്ങി. ഇത് കാണാൻ വേണ്ടി മാത്രം ആ മൃഗശാലയിൽ ജനങ്ങൾ തടിച്ചുകൂടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വലിയ ആവേശത്തിൽ മരത്തിന്റെ മുകളിൽ കയറി ആടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കൈവിട്ട് നേരെ ചെന്ന് വീണത് സിംഹത്തിന്റെ കൂട്ടിലേക്ക്. ആ വീഴ്ചയുടെ ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്ന സിംഹം എണീറ്റു. അവൻ തന്റെ സ്വന്തം ജീവൻ ആപത്തിൽ കണ്ടുകൊണ്ട് ആ കൂട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം അവൻ ആ കൂട്ടിന്റെ ഒരു മൂലയിൽ പെട്ടുപോയി. സിംഹം അവന്റെ അടുത്തേക്ക് മെല്ലെ അടുത്തു. അപ്പോഴാണ് അവനൊരു കാര്യം തോന്നിയത്. ആ പഴയ ഗൊരില്ല മരിച്ചതും ഇതുപോലെ തന്നെയായിരിക്കുമെന്ന്. പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവന്റെ ചെവിയിലേക്ക് സിംഹം വന്ന് മെല്ലെ പറഞ്ഞു, അളിയ പേടിക്കണ്ട, ഞാനും നിന്നെപ്പോലെ വേഷം കെട്ടി നിൽക്കുക. ഇതായിരുന്നു ആ സിംഹത്തിന്റെ മറുപടി.